Hi dears, +1 തന്നെ നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആൻഡ് സാമ്പിളിംഗ്. ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ് സെക്കൻഡറി ഡാറ്റ, അതിന് ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് പറയാനായിട്ട്. സോ ഒരു ടേബിൾ ആണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ടുള്ളത്. ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ പ്രൈമറി ഡാറ്റ എന്നും അതേപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ തരംതിരിക്കുന്നത്. എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നു? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൻസസിന്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ എന്താണ് വീട്ടിൽ നേരിട്ട് വന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ്. അതൊരു പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. ഇനി സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഈ സെൻസസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അതിൽ കുറേ ഇൻഫർമേഷൻസ് നമ്മൾ മറ്റൊരു സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോനെ പ്രൈമറി ഡാറ്റയായിട്ടും ഒരു മാംഗോ ജ്യൂസിനെ സെക്കൻഡറി ഡാറ്റയായിട്ട് നമുക്ക് പറയാം. മാംഗോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? റോ ആയിട്ടാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ആരെങ്കിലും പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ആ കളക്ഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് ടൈം എടുക്കും. അതേപോലെ തന്നെ ഒരുപാട് പൈസ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി അതുകൊണ്ടൊരു ജ്യൂസ് അടിക്കണമെങ്കിലോ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മാംഗോ എടുക്കുന്നു, ജ്യൂസ് അടിക്കുന്നു. ഓൾറെഡി ആരോ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവിടെ വരുന്നത്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് അത് മാറുന്നുണ്ടായിരിക്കും. മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ടൈം വേണ്ട, അതേപോലെ തന്നെ അതിൻ്റെ അത്ര പൈസ വേണ്ട. ഇപ്പോൾ ഒരു മാങ്ങ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തൈ വെക്കുന്നു, അതിന് വേണ്ട അത്ര കെയർ കൊടുക്കണം. എന്നിട്ട് ഫൈനലി ഇത്രയും പ്രോസസ്സ് ആൻഡ് ടൈം എടുത്തതിന് ശേഷമാണ് നമുക്കൊരു മാങ്ങ കിട്ടുന്നുണ്ടായിരിക്കാം. ഇത്ര സമയം നമുക്കൊരു ജ്യൂസ് അടിക്കാൻ ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ പഠിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അത് കളക്ട് ചെയ്യുന്നത് ആരാണ്? ഇപ്പോൾ പ്രൈമറി ഡാറ്റേൻ്റെ കേസിലാണെങ്കിൽ എന്യൂമറേറ്റേഴ്സ് ആണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലിപ്പോൾ സെൻസസിനായാലും ഓരോ ആൾക്കാരെ നേരിട്ട് വരുന്നുണ്ട്. ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ എന്യൂമറേറ്റേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു മെത്തേഡിന്റെ സക്സസ് എന്ന് പറയുന്നത് എന്യൂമറേറ്റേഴ്സിന്റെ ഓണസ്റ്റി ആണ്. അവരുടെ കഴിവ് അനുസരിച്ചിട്ടുണ്ടായിരിക്കും ഓരോ ഇൻഫർമേഷനും കളക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോഴോ അവിടെ ആരോ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയാണ്. അപ്പോൾ ആരാണ് സ്റ്റഡി നടത്തുന്നത്? ഇൻവിജിലേറ്റർ ആണ്. ഈ ഇൻവിജിലേറ്റർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എവിടെ നിന്നാണ് ഡാറ്റ വരുന്നത്, അതിന്റെ സോഴ്സ് എങ്ങനെയാണ്, ഏത് കാലഘട്ടത്തിലാണ് ആ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി ഡാറ്റയിൽ വരുന്നത്. ഇനി പ്രൈമറി ഡാറ്റ ആഫ്റ്റർ യൂസ് സെക്കൻഡറി ഡാറ്റ ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. ഇപ്പൊ മാങ്ങ ജ്യൂസ് അടിച്ചാൽ എന്തായി? മാംഗോ ജ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡറി ഡാറ്റയാണ്, നമ്മൾ പറഞ്ഞു മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞു, അത് തിരിച്ചെന്താണ് നമുക്ക് മാങ്ങയാക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല. സോ സെക്കൻഡറി ഡാറ്റ ആഫ്റ്റർ യൂസ് എന്താണ് പ്രൈമറി ഡാറ്റ ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റില്ല. സോ ഇത്രയാണ് നമുക്ക് പ്രൈമറി ഡാറ്റയിലും അതേപോലെ തന്നെ സെക്കൻഡറി ഡാറ്റയിലും പഠിക്കാനായിട്ടുള്ളത്. ഈ ടേബിൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. 3 മാർക്കിനാണ് എക്സാമിന് ഇതൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കുക. സോ ഉറപ്പായിട്ടും ഇത് പഠിച്ചു വെക്കാം.